ഈ ഗ്രേസ് ചേച്ചിന്റെ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് ചിരിക്ക് ഭയങ്കര ഫാൻസ് ഉണ്ട്. ആ ചിരി ലൈവായിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ സെറ്റിൽ പലപ്പോഴും ഗ്രേസ് ചേച്ചിന്റെ ചിരി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? ചിരിയൊക്കെ മങ്ങണ ശമ്പളത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോ എന്റെ ചിരിയോ? ആ, കഴിഞ്ഞ ഇന്റർവ്യൂല് ഭയങ്കര ചിരിയായിരുന്നു. ബേസിൽ ചേട്ടന്റെ ഒരു ഇന്റർവ്യൂല്. അതാ അത് ബേസിലിന്റെ ചിരിന്റെ കൂടെ ഇത് വെറൈറ്റി ചിരിയാ ഗ്രേസ് ചേച്ചിയുടെ. നിന്റെ ചാട്ടം കൂടെ മനസ്സിലാവുന്നുണ്ട്. ഇന്ന് ഗ്രേസ് ചേച്ചിനെ കൊണ്ട് സംസാരിപ്പിക്കാന്നാണ് ടാസ്ക്. എങ്ങനെയെങ്കിലും ചിരി കേൾക്കാൻ പറ്റുകയാണെങ്കിൽ സന്തോഷം. ഇന്റർവ്യൂ തീർന്നു പറഞ്ഞാൽ ചിരിക്കും. ഉള്ളിന്ന് വരും. ഇപ്പം യൂട്യൂബിൽ ഇപ്പൊ വൈറൽ കണ്ടന്റ് ചേച്ചിയാണല്ലോ. അതിന്റെ ഒരു വീഡിയോ ഇപ്പൊ വൈറലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഷെയ്ക്ക് ആൻഡ് ബേസിൽ ടോവിനോ മനപ്പൂർവ്വം. ആ, അങ്ങോട്ട് പോയ ഇത് ഇത്രയല്ലേ വീഡിയോ ഉണ്ടോ? അങ്ങോട്ട് പോയപ്പോഴും ഞാൻ ഇങ്ങനെ തട്ടി ഹായ്, അപ്പോഴും മൈൻഡ് ചെയ്യാതെ പോയി. തിരിച്ചു വന്നപ്പോഴും ഞാൻ ഇങ്ങനെ തട്ടി. അത് വേറൊരാളും അല്ല, അടുത്ത ടൊവി ഉണ്ടായിരുന്നു. അവന് ഇതുപോലെ പറ്റുന്ന അവൻ അടുത്തിരുന്ന ഇത്രയും പ്രശ്നം. കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടോ? എല്ലാം കാണുന്നുണ്ട് ഞാൻ. ഇതൊന്നും പ്രതീക്ഷിച്ചല്ല. അങ്ങനെയൊക്കെ ആയിപ്പോയി. അത് ശരിക്കും ഈ പറഞ്ഞ നിങ്ങളുടെ രണ്ടുപേരും ഇപ്പം ബേസിൽ ചേട്ടനും ടോവിനോ ചേട്ടനും മാത്രം ഉണ്ടായിട്ടുള്ള ഒരു യൂണിവേഴ്സിലാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ ആഡ് ആയിട്ടുള്ളത്. ഇനി എല്ലാ കണ്ണുകളും നിങ്ങളെ പുറകെയാണ്. പുതിയ സാധനം അതിനുശേഷം ഇങ്ങനെ സത്യസന്ധമായിട്ട് പറയത്തില്ല കേട്ടോ. അങ്ങനൊന്നും വിചാരിച്ചല്ല. ഞാൻ പാനിക്കായിട്ട് സത്യം ആൾക്കാരെല്ലാം ആളെ ശ്രദ്ധിച്ചപ്പോ ഞാൻ ഭയങ്കര നെർവസ് ആയി. ഈ ഷാൻ ചേട്ടന്റെ ഇപ്പം പ്രേമലു, 18+, ഇപ്പം അമരൻ, ഇതിലൊക്കെ ഒരു പ്രണയത്തില് ഒരു നെഗറ്റീവ് ഷെയ്ഡ് കാണിക്കുന്നുണ്ട്. ഈ സിനിമയില് ഇന്നൊരു മെസ്സേജ് എന്താണ് ആന്റി പ്രണയം സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഇനി ആന്റി പ്രണയം സ്റ്റാർ എന്ന് വിളിയാണ്. എല്ലാത്തിലും പ്രണയത്തിനെതിരാണ് ഇയാള്. അങ്ങനെ പേര് കിട്ടിയല്ലേ? ഒരാൾ മെസ്സേജ് കൊള്ളാം, അത് കൊള്ളാം. ചേച്ചിക്ക് അത് ഈ പേര് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, തരല്ലേ ഇത്. ഇവിടെയും കിട്ടിയിട്ടില്ല അല്ലെ പേരൊന്നും? ഇല്ല, വെയിറ്റ് ചെയ്ത ഒരു പേര് മതി, ചീത്തപ്പേരാക്കരുത്. ഇതിലെങ്ങനത്തെ ക്യാരക്ടറാ? ഇതില് ക്യാരക്ടർ എങ്ങനത്തെന്ന് പറയാൻ പറ്റില്ല. ഗ്രേസിന്റെ ഹസ്ബൻഡ് ആണ്, സുരാജേട്ടന്റെ അളിയൻ കം ഫ്രണ്ട് ആണ്, ഇവരുടെ ഫാമിലിയിലുള്ള ഒരു മെമ്പർ ആണ്. അപ്പൊ അതാണ് പറയാൻ പറ്റുള്ളൂ, കൂടുതൽ പറയാൻ പറ്റില്ല. ഈ ലിസ്റ്റിന്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ആദ്യ സിനിമ പരാജയപ്പെട്ടത്. തമാശ രൂപയും പറയെങ്കിലും രണ്ടാമത്തെ സിനിമ തമാശ രീതിയിൽ പറയാനാണെങ്കിലും ഉള്ളില് മച്ചാൻ കരയാണ്. അങ്ങനെ പറയല്ലേ. അപ്പൊ ഈ രണ്ടാമത്തെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ അദ്ദേഹത്തിനെ എങ്ങനെയാ കൺവിൻസ് ചെയ്തത്? അല്ല, ഞാനല്ലല്ലോ കൺവിൻസ് ചെയ്യുന്നത്. ഞാൻ സുരാജേട്ടന്റെ അടുത്താണ് പോയി കഥ പറയുന്നതും ചെയ്യുന്നത്. ഇപ്പൊ ആയിഷ ലിസ്റ്റിനായിരുന്നു പ്രൊഡ്യൂസർ. അപ്പൊ ഞാൻ പറഞ്ഞു ആയിഷയിലെ അങ്ങനെ നമ്മൾ ഈ പരാജയം എന്നുള്ള അപ്പുറത്ത് ആ സിനിമ ചെയ്തത് ഇപ്പോഴും എനിക്ക് അതിന്റെ ഫസ്റ്റ് സിനിമ ആയതിൽ എനിക്ക് ഇപ്പോഴും അഭിമാനമുള്ള ഒരാളാണ് ഞാൻ. കാരണം എനിക്ക് അങ്ങനെ അതൊരു കോൺട്രിബ്യൂഷൻ ടു നിലമ്പൂർ ആയിഷ എന്നുള്ള രീതിയിലാണ്, അതൊരു ഡോക്യുമെന്റേഷൻ പോലെ അവർക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം 80 വർഷത്തോളമായിട്ട് അഭിനയിക്കുന്ന ഒരാൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ അവർക്ക് 89 വയസ്സോ 10-ാം വയസ്സിലെന്തോ അഭിനയിക്കാൻ തുടങ്ങിയ ഒരാൾ ഇപ്പോഴും അവർ അവസാനം കഴിഞ്ഞ വർഷം ഒരു സിനിമ ഇപ്പോഴും ലൈവായി നിൽക്കുക എന്ന് പറയുന്നത് നമുക്കൊന്നും അത്ര ഒരു ആയുസ് പോലും ഉണ്ടാവില്ല. ഒരാൾക്കുള്ള ആയുസിനേക്കാൾ കൂടുതൽ അഭിനയിച്ച ഒരാൾക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുത്തു എന്നുള്ളതാണ്. അത് ഒരു കൊമേഴ്ഷ്യൽ വയബിൾ ആയിട്ടുള്ള സിനിമ ആയിരുന്നില്ല. നമുക്കത് കൊമേഴ്ഷ്യൽ ആക്കാൻ പറ്റുന്ന പരിധിക്ക് അപ്പുറത്ത് നമ്മൾ കൊമേഴ്ഷ്യൽ ആക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരാളുടെ ജീവിതകഥയിൽ നമുക്ക് പരിധി ഉണ്ടല്ലോ, നമുക്ക് ഇൻപുട്ട് അതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരാൾ, അപ്പോൾ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലിസ്റ്റിന് സിനിമ ആദ്യം കണ്ടിരുന്നു. ഇവർ പറഞ്ഞ ഗംഭീര പടമാണ് അമര, പക്ഷേ തിയേറ്ററിൽ ഇത് എത്രത്തോളം ആൾക്കാർക്ക് എൻജോയ് ചെയ്ത് കൈയടിച്ച് ചിരിച്ച് അപ്പം അങ്ങനെ ചിരിച്ച് കാണാൻ പറ്റിയ ഒരു പടമൊന്നുമല്ല. ഒരാളുടെ ജീവിതത്തിൽ ഭയങ്കര കയ്പ് നിറഞ്ഞ ഒരാളുടെ ജീവിതകഥ പറയുന്ന ഒരു സിനിമയാണ് ആയിഷ. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ തന്നെ നമുക്കത് കാണിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അത് ചെയ്ത ഒരാളെന്ന അർത്ഥത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത് മൂപ്പര് അതിന് പ്ലസ് ആയിട്ടാണ് മേക്കർ എന്ന അർത്ഥത്തിൽ എന്നെ കണ്ടിട്ടുള്ളതും. അതുകൊണ്ടാണ് ഇത് സുരാജേട്ടൻ പറയുമ്പോൾ ആരാ ഡയറക്ടർ എന്ന ആളാണ്. അതിനൊന്നും പ്രത്യേകിച്ച് എതിർപ്പോ പ്രശ്നങ്ങളുണ്ടായില്ല. പിന്നെ ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഒരു സ്വാഭാവിക ശൈലി അറിയാലോ. അതെ, ഈ നാഗേന്ദ്രൻ ഹണിമൂണില് അതിന്റെ റീൽസ് ഭയങ്കരമായിട്ട് വൈറലായ സമയത്ത് ഒരുപാട് പേര് അത് റീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ചേച്ചിനെ പോലത്തെ ഒരു കുട്ടി റീൽ ചെയ്ത് കണ്ടിട്ടുണ്ടായിരുന്നോ? എനിക്കൊന്ന് ജൂനിയർ ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടൻ. അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കുകയും ചെയ്തു, ചേട്ടാ ഇത് കണ്ടിരുന്നു. എനിക്ക് ചെറുപ്പകാലൊക്കെ ചെയ്യാൻ ഇല്ല, നേരിട്ട് കണ്ടു. ഇന്റർവ്യൂ ഞാൻ കണ്ടു. ആണല്ലേ?
ആക്ച്വലി ആ ഒരൊറ്റ ക്ലിപ്പ് ഒരു 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇത് ഒരു പ്രായമുള്ള അപ്പാപ്പനും അമ്മയും നമ്മുടെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അയ്യോ എന്തൊരു ക്യൂട്ടായിരുന്നു അറിയോ കാണാനായിട്ട്. ലാസ്റ്റ് അപ്പാപ്പന്റെ ഒരു ചിരിയുണ്ട്, നാഗേന്ദ്രൻ ചിരിക്കുന്ന പോലെ. അത് ഭയങ്കര സന്തോഷം. ഇതില് ഇപ്പൊ അതിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞല്ലേ ഇത് ചെയ്യണേ? ആ സമയത്ത് നമുക്കൊന്നും അറിയില്ല ഈ പടം ചെയ്യാൻ പോകുന്ന നാഗേന്ദ്രൻ ചെയ്യുന്ന സമയത്തൊന്നും അറിയത്തില്ല. ഇല്ല കഥ പോലും പറഞ്ഞില്ല. അതൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ആക്ച്വലി സുരാജനോട് പറഞ്ഞു, സുരാജ നമുക്ക് നല്ല പടം അടുത്തത് വെറും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. പിന്നെ കറങ്ങി തിരിഞ്ഞാണ് ഇടിയിലേക്ക്. അത് കറക്റ്റ് ഒരു സൈക്കോ ക്യാരക്ടർ ആയിരുന്നു തിരിച്ചു ചെയ്യുന്നത്. അത് ചെയ്യുന്ന നിങ്ങളുടെ മുമ്പിൽ അങ്ങനെ കോമ്പിനേഷൻ സീൻ ഉണ്ടോ? നാഗേന്ദ്രനിൽ പെർഫോം ചെയ്ത പോലെ ചേട്ടൻ തിരിച്ച് പെർഫോം ചെയ്ത സൈക്കോ ക്യാരക്ടർ അങ്ങനെ ക്യാരക്ടർ കമ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സൈക്കോ ആണെന്ന് പറയാനോ ഒന്നുമില്ല. ഇത് നമ്മുടെ എല്ലാവർക്കും ഇടയിലുള്ള കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഈ സിനിമക്ക്. നമുക്ക് പരിചയമുള്ള, നമ്മുടെ പരിചയത്തിലോ തൊട്ടപ്പുറത്തെ വീട്ടിലോ സ്വന്തം വീട്ടിലോ ഒക്കെ ഉള്ള ആൾക്കാരാണ് ഈ പറഞ്ഞ ബിനു ആണെങ്കിലും സഞ്ജു എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും നിഷിമ എന്നുള്ള ക്യാരക്ടറാണ്. അപ്പൊ എല്ലാ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സ് ഒക്കെ നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ളതാണ്. പക്ഷെ കഥാപശ്ചാത്തലം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു കഥാ പരിപാടിയാണ്. അപ്പോൾ അതിലാണ് ഇതിന്റെ പുതുമ കിടക്കുന്നത്. അപ്പൊ നമുക്ക് സൈക്കോ ആവുക, ഇപ്പൊ ഒരാൾ സൈക്കോ ആണ്, കുറച്ച് സൈക്കോ കേട്ടോ എന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ നോർമൽ അല്ലാത്ത രീതിയിൽ ഒരു കാര്യത്തിനോട് റിയാക്ട് ചെയ്യുമ്പോഴാണല്ലോ. അതിന്റെ അളവ് എത്രത്തോളം കൂടിയും കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമനെ കുറച്ചും കൂടി ആകർഷകമാക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അത് വളരെ വൃത്തിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്.